കൈമേമറന്ന സന്നദ്ധ പ്രവർത്തകർ അവിടെ ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ വലിയ നാശം വിതച്ച പുഞ്ചിരിമട്ടത്തിന് ഒരുപാട് മുകളിൽ വനത്തിലൂടെ നടന്നു വേണം ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനത്തെത്താൻ. വീതി കുറഞ്ഞ് ആഴം കൂടിയുള്ള ഈ ഭാഗത്ത് അരികിൽ ഒഴുകി വന്ന കല്ലും മരങ്ങളും ഒന്നും തന്നെയില്ല. TV പ്രസാദ് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച. ഉരുൾപൊട്ടൽ തുടങ്ങിയ സ്ഥലം, അതായത് വെള്ളരിപ്പാറയിലേക്ക് എത്തുമ്പോൾ മുഴുവൻ വീടുകളും കഴിഞ്ഞു. ആദ്യ വീട് തൊട്ട് താഴെയാണ്. അവിടെ നിന്ന് നടന്നു വരുന്ന ഞാനിപ്പോൾ നിൽക്കുന്നത് വനാതിർത്തിയിലാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പൂർണ്ണമായി വനമാണ്. നമുക്ക് കാണാം, ഒരൊറ്റ വീടും ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ ദൃശ്യങ്ങൾ താഴേക്ക് പോയാൽ നമുക്കറിയാം. ഈ തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന്, ഈ വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇതിന് വീതി നന്നേ കുറവാണ്. ഈ വീതി കുറയാനുള്ള കാരണം ഇവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഈ കാണുന്ന പാറക്കെട്ടുകളെല്ലാം പൊട്ടി ഒലിച്ച് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പൂർണ്ണമായി ഒഴുകി തുടങ്ങിയത്. ഇവിടെ വീതിയില്ലെങ്കിലും വലിയ ഗർത്തം കാണാം. ഈ ഗർത്തം ഇവിടെ ഉണ്ടായിരുന്ന പാറക്കല്ലുകൾ പൂർണ്ണമായി പൊട്ടി എന്നതാണ്. ഇതിൻ്റെ താഴെ പുഞ്ചിരിമട്ടത്തും അതുപോലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലേക്കുമെല്ലാം പോയ കല്ലുകൾ ഈ ഭാഗത്ത് നിന്നാണ് ഈ കൂറ്റൻ കരിങ്കല്ല് പൊട്ടി ഇവിടുന്ന് താഴേക്ക് ഒഴുകി തുടങ്ങിയത്. നമ്മൾ താഴെ കാണുന്ന ഉരുളൊഴുകിയ വീതിയുടെ 10-1 പോലും ഇവിടെ ഇല്ല എന്നതാണ്. ഇവിടുന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെയാകണം അതെന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യവും. മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ അരികിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, താഴെ കാണുന്നത് പോലെയുള്ള വലിയ വലിയ കല്ലിൻ്റെ കഷ്ണങ്ങളില്ല, മരത്തിൻ്റെ ഭാഗങ്ങളില്ല, അവശിഷ്ടങ്ങളില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഇത് തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കരിങ്കല്ലും മണ്ണും അതുപോലെ മരങ്ങളുമാണ് പൂർണ്ണമായി താഴേക്ക് ഒലിച്ചു പോവുകയും ചെയ്തത്. അങ്ങനെ ഒലിച്ചുപോയാണ് നിരവധി ജീവനുകളും താഴെ കാണുന്ന നിരവധി വീടുകളും ഇല്ലാതായത്. പുഞ്ചരിമട്ടത്തിൻ്റെ തൊട്ടുമുകളിൽ വെള്ളരിപ്പാറയിൽ ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ വനാതിർത്തിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, വയനാട്.